വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അഥവാ VFAയുടെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മൂന്നാമത്തെ മോക്ക് ടെസ്റ്റ്. രണ്ട് എഴുതാത്തവർ അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് മിഷൻ LDC PDF ബാച്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 99 മന്ത്ലി വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, ഡെയിലി എക്സാം, അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10th പ്രിലിംസിൻ്റെ PDF നോട്ട് വേണമെന്നുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏത് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: തന്നിട്ടുള്ളതിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യം: അവിശ്വാസ പ്രമേയത്തിലൂടെ ഗവൺമെന്റിനെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? നാലാമത്തെ ചോദ്യം: ചുവടെ പറയുന്നവയിൽ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അഞ്ചാമത്തെ ചോദ്യം: മെഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആറാമത്തെ ചോദ്യം: കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏഴാമത്തെ ചോദ്യം: ത്രികോണാകൃതിയിലുള്ള വലിയ തലയും ശരീരത്തിൽ ചങ്ങലക്കണ്ണികൾ പോലെയുള്ള വളയങ്ങളും കാണപ്പെടുന്ന ഏത് പാമ്പിനാണ്? എട്ടാമത്തെ ചോദ്യം: വിത്ത് മുളയ്ക്കാൻ താഴെ പറയുന്നതിൽ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതെല്ലാം? ഒൻപതാമത്തെ ചോദ്യം: ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഏത്? പത്താമത്തെ ചോദ്യം: 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഒരു മുരുക്കുശാല. 11ാമത്തെ ചോദ്യം: 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 230 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? 12ാമത്തെ ചോദ്യം: രാമു 4000 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി 15% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്രയാണ്? 13ാമത്തെ ചോദ്യം: കുതിരാൻ തുരങ്കം ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ്? 14ാമത്തെ ചോദ്യം: ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? 15ാമത്തെ ചോദ്യം: 16ാം കേരള നിയമസഭയിലെ വനിതാംഗങ്ങളുടെ എണ്ണം എത്ര? 16ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ആര്? 17ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ 100ാമത്തെ റംസാർ സൈറ്റ് ഏത്? 18ാമത്തെ ചോദ്യം: 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏത്? 19ാമത്തെ ചോദ്യം: 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 20ാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ തെറ്റായത് ഏത്? 21ാമത്തെ ചോദ്യം: നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ ഡാഷ്. 22ാമത്തെ ചോദ്യം: 10,000 rupees ഡാഷ് എ ലാർജ് നമ്പർ, ലാർജ് സം. 23ാമത്തെ ചോദ്യം: താഴെ പറയുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത്? 24ാമത്തെ ചോദ്യം: ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? 25ാമത്തെ ചോദ്യം: ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? ഓരോ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏത് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. മറന്നുപോകരുത്. ഓക്കെ, ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഈ 4 ക്ഷേത്രങ്ങളെ ചേർത്താണ്
ചോട്ടാ ചാർധാം, ചോട്ടാ ചാർധാം അതായത് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് എന്നിവ ചേർത്താണ് ചോട്ടാ ചാർധാം എന്ന് വിളിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ഹേമകുണ്ട് സാഹിബ് എന്ന് പറയുന്നത് എന്താണ്? സിഖ് തീർത്ഥാടന കേന്ദ്രമാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, തന്നിട്ടുള്ള ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത് എന്നാണ് ചോദ്യം. ഏത് മേഘമാണ് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നത്? ഏകദേശം 8,000 മുതൽ 12,000 വരെ, 8,000 മുതൽ 12,000 വരെ മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഏതാണ്? സിറസ് മേഘങ്ങളാണ്. സിറസ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് സിറസ് മേഘങ്ങൾ. ക്ലിയർ? മറന്നു പോകരുത്. ഇനി സ്ട്രാറ്റസ് മേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ഭാഗത്ത് കാണപ്പെടുന്നതാണ് എന്നത്. സ്ട്രാറ്റസ് മേഘം ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്നതാണ് സ്ട്രാറ്റസ്, പാളികളായിട്ട് കാണപ്പെടുന്നു. ക്യുമുലസ് മേഘം പഞ്ഞിയുടെ രൂപത്തിൽ, ക്യുമുലസ് പഞ്ഞിയുടെ രൂപത്തിൽ കാണപ്പെടുന്നതാണ് ഇത്. പഞ്ഞി രൂപത്തിൽ കാണപ്പെടുന്നതാണ് ഇത് ക്യുമുലക്സ്. ഓക്കെ, നിംബസ് എന്ന മഴ നൽകുന്ന കറുത്തിരുണ്ട മേഘങ്ങളാണ് എന്ന് പറയുന്നത് നിംബസ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, അവിശ്വാസ പ്രമേയത്തിലൂടെ ഗവൺമെൻറ്റിനെ പുറത്താക്കാനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം. ആർക്കാണ്? ലോക്സഭയ്ക്കാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലോക്സഭ. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ 75-3 പ്രകാരമാണ് എന്താണ് കേന്ദ്ര മന്ത്രിസഭയെ ലോക്സഭയോട് മാത്രം കൂട്ടു ഉത്തരവാദിത്വം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന പ്രകാരം എന്താണ്? മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് മാത്രമാണ് കൂട്ടുത്തരവാദിത്വം. ഓക്കെ, അതിനാൽ ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ എന്ത് ഗവൺമെൻറ് താഴെ വീഴും. ഓർത്ത് വയ്ക്കുക. അടുത്ത്, അവിശ്വാസ പ്രമേയം അഥവാ നോൺ കോൺഫിഡൻഷ്യൽ മോഷൻ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ഏത്? നോൺ കോൺഫിഡൻഷ്യൽ അവിശ്വാസ പ്രമേയം എവിടെ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് ഓർത്തേക്കുക. ഓക്കെ, പ്രമേയം പാസ്സായാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും എന്ത് ചെയ്യുക? രാജിവെക്കേണ്ടി വരും. അടുത്ത നാലാമത്തെ ചോദ്യം, ചുവടെ പറയുന്നത് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. ലോക്സഭ പിരിച്ചുവിടുന്നത് ആരുടെ അധികാര പരിധിയിൽ വരുന്നതല്ല? പ്രധാനമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. സർക്കാർ രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അധികാരത്തിൽ വരുന്നതാണ്. വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതോ പ്രധാനമന്ത്രിയുടെ അധികാരത്തിൽ വരുന്നതാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തേക്ക്. അടുത്ത് നാലാമത്തെ ചോദ്യം, മെഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയുടെ രചയിതാവ് ആരെന്നാണ് ചോദ്യം. മെഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, തോമസ് ഹെയർ. ഓക്കെ, മറന്നു പോരുത്, തോമസ് ഹെയർ ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി, തോമസ്. അടുത്ത് ആറാമത്തെ ചോദ്യം, കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം താഴെ പറയുന്ന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. എവിടെയാണ്? താഴെ പറയുന്നതിൽ ഏതിലോ? ഓപ്ഷൻ ബി ആണ്, പട്ടാമ്പി. ഓക്കെ, ഏതാണ്? പട്ടാമ്പി. ഓപ്ഷൻ ബി, പട്ടാമ്പി. പന്നിയൂർ എന്താ? പന്നിയൂർ കുരുമുളക്. കുരുമുളക് എവിടെയാണ്? പന്നിയൂർ. അപ്പോൾ കാസർഗോഡ് എന്തുണ്ട്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. ഈ കോട്ടയത്ത് എന്തുണ്ട്? റബ്ബർ ഗവേഷണ കേന്ദ്രം. റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോട്ടയത്താണ്, മറന്നു വരുത്. അപ്പോൾ ഈ റബ്ബറിൻ്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. ഹെവിയ ബ്രസീലിയ എന്നാണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഇന്ത്യയിലെ റബ്ബറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജോൺ ജോസഫ് മർഫിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ഏഴാമത്തെ ചോദ്യം, ത്രികോണാകൃതിയിലും വലിയ തലയും ശരീരത്തിൽ ചങ്ങലക്കണ്ണികൾ പോലെയുള്ള വളയങ്ങളും കാണപ്പെടുന്ന ഏത് പാമ്പിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനാണ്? അണലിക്കാണ്. ഓക്കെ, അണലി, അതായത് റസൽസ് വൈപ്പർ എന്നറിയപ്പെടും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജവെമ്പാല. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ് എന്നറിയപ്പെടുന്നത് രാജവെമ്പാലയാണെന്ന് ഓർത്തിരിക്കുക. ഈ ശരീരത്തിൽ വെളുത്തും കറുത്തുമായ വരകൾ കാണപ്പെടുന്ന ഇതാണ് ഏതെന്ന് പറയുന്നത്? ശംഖുവരയൻ. ഓക്കെ, അടുത്ത് ഈ കടൽപ്പാമ്പെന്ന വിഷമുള്ള പാമ്പാണ് കേട്ടോ. അടുത്ത്, വിത്ത് മുളയ്ക്കാൻ താഴെ പറയുന്നതിൽ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മണ്ണും സൂര്യപ്രകാശം. ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതാണ്? മണ്ണും സൂര്യപ്രകാശം ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? വിത്ത് മുളച്ചു വരും. അടുത്ത 9ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം, ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഒഡീസിയാണ്. ചലിക്കുന്ന ശില്പം ഒഡീസി. ഓക്കെ, ഭരതനാട്യം ഏത് സംസ്ഥാനത്തെയാണ്? തമിഴ്നാടിൻ്റെ
തമിഴ്നാട് കലാരൂപമാണ് എന്ന് പറയുന്നത് ഭരതനാട്യം. കുച്ചിപ്പുടിയാണെങ്കിലോ കുച്ചിപ്പുടിയുടെ ആന്ധ്രാപ്രദേശിൻ്റെയാണ് കുച്ചിപ്പുടി. മോഹിനിയാട്ടം എവിടുത്തെയാണ്? കേരളത്തിൻ്റെയാണ് മോഹിനിയാട്ടം, കേരളം. ഓക്കെ, അടുത്ത് 10ാമത്തെ ചോദ്യം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏത് എന്നാണ് ചോദ്യം. ഏതാണ് ഇരുമ്പുരുക്ക് ശാല? റൂർക്കേല. ഓപ്ഷൻ സി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല, ജർമ്മനി. ഓക്കെ, 1959. അപ്പോൾ ഫിലായി ഇരുമ്പുരുക്ക് ശാലയുണ്ട്. ഫിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡിലാണ്. ഏത് രാജ്യത്തിൻ്റെ സഹായം? USSR അഥവാ റഷ്യ. ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1959. ഓർത്തിരിക്കുക, 1959. യെസ്. അടുത്ത അപ്പോൾ എത്രാം പഞ്ചവത്സര പദ്ധതി? 2ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ എവിടെയാണ്? ദുർഗാപൂർ വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, ഏത് രാജ്യത്തിൻ്റെ സഹായം? ബ്രിട്ടൻ്റെ സഹായം. വർഷം 1962. മറന്നു വരുത്, 1962. ഓക്കെ, അടുത്ത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡ്. ഓക്കെ, ഇവിടെ സ്ഥിതി ചെയ്യുന്ന ജാർഖണ്ഡ്. ഏത് രാജ്യത്തിൻ്റെ സഹായം? USSR അഥവാ റഷ്യയുടെ സഹായം. അതിൽ ഏത് വർഷമാണ്? 1964. മറന്നു വരുന്നത്, 1964. ക്ലിയർ. അടുത്ത് 11ാമത്തെ ചോദ്യം. 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 230 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാങ്ങിയ വില അറിയാം, എത്ര രൂപയാണ്? 200 രൂപ. വിറ്റ് വില അറിയാം, എത്രയാണ്? 230. അപ്പോൾ ലാഭം നമുക്കറിയാം. ലാഭം എത്രയാണ്? 30 രൂപ. ഓക്കെ, ലാഭം 30 രൂപ. അപ്പോൾ ലാഭശതമാനമാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാഭം പൈ വാങ്ങിയ വില ലാഭം പൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാങ്ങിയ വില നമുക്കറിയാം 30 രൂപ. ലാഭം നമുക്കറിയാം 30 രൂപ. 30 രൂപ ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 200. 200 ഇൻറ്റു 100 എന്ന് ചെയ്യാം. ഓക്കെ, ഈ 2 0 പോയി, ഈ 2 0. 30നെ 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയും നീട്ടും? 15 നീട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യം. രാമു 4000 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി 15% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4000 രൂപ, എത്ര ശതമാനം നഷ്ടം? 15% നഷ്ടം. അപ്പോൾ 15% കണ്ടാൽ മതിയല്ലോ. 4000ൻ്റെ 15% കാണാം. ഓക്കെ, ഈ 2 0 പോയി, ഈ 2 0 പോയി. 15 × 4, 15 × 2 നമുക്കറിയാം എത്രയാണ്? 30 60 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ എത്ര കിട്ടി? 600 എന്ന് കിട്ടും. ഒരു 0 ഉണ്ടല്ലോ, അങ്ങനെയാണ് 600 എന്ന്. ഇനി 4000ത്തിൽ നിന്ന് എന്ത് ചെയ്യുക? 600 കുറയ്ക്കുക. നഷ്ടത്തിലാണ് വിറ്റതെന്ന് പറയുന്നത്. 600 രൂപയാണ് നഷ്ടം വന്നത്. 600 കുറയ്ക്കുക. അപ്പോൾ എത്രയും കിട്ടും? 3400 എന്ന് കിട്ടും. ക്ലിയർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ വിറ്റ വില എത്രയാണ്? 3400 രൂപയ്ക്കാണ് വിറ്റത്. അടുത്ത ചോദ്യം. കുതിരാൻ തുരങ്കം ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് എന്നാണ് ചോദിക്കുന്നത്. കുതിരാൻ തുരങ്കം. തുരങ്കങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരു അപകടമൊക്കെ വയനാട്ടിൽ നടന്നതുകൊണ്ട് തുരങ്കങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ്, പാലക്കാട് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. ഏത് നാഷണൽ ഹൈവേ കൂടെയാണ് ഈ കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഏതിലൊക്കെയാണെന്ന് അറിയാമോ? NH 544. ഓക്കെ, NH 544. ക്ലിയർ. അപ്പോൾ പാലക്കാട് തൃശ്ശൂരാണെന്ന് പറഞ്ഞു. എത്രയാണ് നീളം? 962 മീറ്ററാണ് നീളം. 962 മീറ്ററാണ് ഏതിൻ്റെ? കുതിരാൻ തുരങ്കത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ റോഡ് തുരങ്കമാണ് ഏതെന്ന് പറയുന്നത്? കുതിരാൻ തുരങ്കം. കേരളത്തിലെ ആദ്യ റോഡ് തുരങ്കം എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഇരട്ടക്കുഴൽ തുരങ്കം എന്നറിയപ്പെടുന്നു ഏത് തന്നെയാണ്? കുതിരാൻ തുരങ്കമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ 544 NH 544 എന്ന് പറഞ്ഞു. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിലൂടെ പോകുന്നതാണ് കുതിരാൻ തുരങ്കം എന്നുകൂടി ഓർത്ത് വയ്ക്കുക. പീച്ചി വാഴാനി. അടുത്ത്
14ാമത്തെ ചോദ്യം, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര സംഖ്യകളാകട്ടെ അതിൻ്റെ ശരാശരി ചോദിക്കുക. ഒറ്റ സംഖ്യയുടെ ശരാശരി ചോദിച്ചാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ 40 ഉത്തരമെന്ന് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യം, 16ാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 11 പേരാണ്. എത്രയാണ്? 11. എന്നാൽ 16ാം കേരള മന്ത്രിസഭയിലെ വനിതാംഗങ്ങളുടെ ചോദിച്ചാൽ 2 പേരാണ്. ഒന്ന് ബിന്ദു കൃഷ്ണയും തുളസിയുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത 16ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ആര് എന്നാണ് ചോദിച്ചത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ജനറൽ NS രാജസുബ്രഹ്മണ്യം. മറന്നുപോയത്. അടുത്ത 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 100ാമത്തെ റംസാർ സൈറ്റ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ജയപ്രകാശ് നാരായണ പക്ഷി സങ്കേതം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണെന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാട് എന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ, എന്നാൽ 99ാമത്തെ റംസാർ സൈറ്റ് ഏതാണെന്ന് അറിയാമോ? കേഗ. ഓക്കെ, കേഗ പക്ഷി സങ്കേതമാണ്. അത് ഉത്തർപ്രദേശാണെന്ന് ഓർത്ത് വയ്ക്കുക. കേഗ പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് പ്രഗതിയും വികാസമാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് ഈ 2027 നടക്കുന്ന സെൻസസ് ആണ് 26-27 നടക്കുന്ന സെൻസസ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്ന് ഓർത്തിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യ സെൻസസ് ആരംഭിച്ച വർഷം എന്ന 1872 സമ്പൂർണ്ണ സെൻസസ് ആരംഭിച്ച വർഷം എന്നാണ് 1881 മറന്നുപോയത്. ഓക്കെ, എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് 2026-27 നടക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക, മറന്നുപോയത്. ഏറ്റവും അവസാനം സെൻസസ് എടുത്തത് 2011. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് 19ാമത്തെ ചോദ്യം, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആരാണ്? മേതിൽ രാധാകൃഷ്ണൻ. ഓപ്ഷൻ സി മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സാഹിത്യ പുരസ്കാരങ്ങൾ നോക്കാം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? KG ശങ്കരപ്പിള്ള മറന്നുപോയത്. KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 വയലാർ അവാർഡ്. 2025 വയലാർ അവാർഡ് കിട്ടിയത് ആരാ? സന്തോഷ് കുമാർ. ഓർത്തിക്കുക, സന്തോഷ് കുമാർ. 49ാമത്തെ വയലാർ അവാർഡാണ് സന്തോഷ് കുമാറിന് ലഭിച്ചത്. ഓക്കെ, 2025 ഓടക്കുഴൽ പുരസ്കാരം. എക്സാമിന് കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഓടക്കുഴൽ പുരസ്കാരം ആരാ? EP രാജഗോപാൽ. മറന്നുപോയത്. EP രാജഗോപാലാണ്. ഓക്കെ, അടുത്ത് 2025 ജ്ഞാനപീഠ പുരസ്കാരം. തമിഴ് സ്വദേശിയാണ് R വൈരമുത്തു. മറന്നുപോയത്. അടുത്ത 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നത് തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2026 G20 ഉച്ചകോടി വേദി മിയാമി, അമേരിക്ക. അത് ശരിയാണ്. 2026 G7 ഉച്ചകോടി വേദി ഫ്രാൻസ്. ശരിയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ന്യൂഡൽഹി. അത് ശരിയാണ്. 2026 കാലാവസ്ഥ ഉച്ചകോടി എന്ന് പറയുന്നത് റിയോ ഡി ജനീറോ അല്ല. എവിടെ വെച്ചാണ് 2026 കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത്? ഏത് സ്ഥലം? അന്റാലിയ തുർക്കിയാണ്. ഓക്കെ, അന്റാലിയ തുർക്കിയാണെന്ന് ഓർത്തിക്കുക. തുർക്കി. അടുത്ത 21ാം ചോദ്യം ഇംഗ്ലീഷിൽ നിന്നാണ്. നൺ ഓഫ് ദം അറ്റൻഡ് ദ ഫംഗ്ഷൻ ഡാഷ്. അപ്പോൾ ഇതെന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നൺ എന്നൊരു നെഗറ്റീവ് വേർഡ് ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 2 ഓപ്ഷൻ നമുക്ക് ആദ്യമേ അങ്ങ് കട്ട് ചെയ്യാം. ഡിഡിൻ്റെയും ഡോണ്ടിൻ്റെയും നമുക്ക് കട്ട് ചെയ്യാം. ഇനി വരുന്നത് ഡിഡ്ഡേയും ഡൂദേയുമാണ്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്രിയ എന്താണ് പറയുന്നത്? അറ്റൻഡഡ് എന്നാണ്. പാസ്റ്റിൽ, സിമ്പിൾ പാസ്റ്റാണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിലാണ് അറ്റൻഡഡ് ക്രിയ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നണ്ണ്, അതേപോലെ തന്നെ നോവൺ, അതുപോലെ സംവൺ, സംബടി, നോബടി, അതുപോലെ തന്നെ എവരി വൺ. ഓക്കെ, നോബടി, നണ്ണ് ഇങ്ങനെ തുടങ്ങി വരുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും?
എല്ലായ്പ്പോഴും ദേ ആയിരിക്കും. അപ്പോൾ ഇവിടെ ദേ എന്നുള്ള രണ്ടിടത്തും വന്നിരിക്കുന്നതുകൊണ്ട് ദേയ്ക്ക് ഇവിടെ പ്രാധാന്യം ഇല്ല. ക്ലിയർ? അപ്പോൾ ഓർക്കേണ്ടത് ഇവിടുത്തെ ക്രിയ എന്താണ്? അറ്റൻഡഡ് എന്നാണ്. ഈ ഭൂതകാലത്തിലാണ്, പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എന്തെങ്കിലും പാസ്റ്റ് ടെൻസിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിഡ് ദേ, ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡിഡ് ദേ. അടുത്ത 22ാമത്തെ ചോദ്യം, 10,000 rupees ഡാഷ് എ ലാർജ് സം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 10 rupees എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലിയൊരു സംഖ്യയാണ്. എമൗണ്ട് നമുക്ക് പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ്. എന്നാൽ ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വ്യാകരണ നിയമം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ആ നിയമത്തിൽ വരുമ്പോൾ നിശ്ചിത എമൗണ്ട്, അതുപോലെ തന്നെ ദൂരം അഥവാ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ സമയം, അതുപോലെ തന്നെ ഭാരം എന്നിവയെക്കുറിച്ച് ഒറ്റ ഘടകമായിട്ട് എടുക്കും. ഈ 10,000 rupees എന്ന് പറയുന്നത് ഒരു ഘടകമായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് ചെയ്യാം? പ്ലൂറൽ ആണെങ്കിലും എന്തായിട്ട് എടുക്കും? സിംഗുലറായിട്ട് എടുക്കും. അപ്പോൾ അതിനുശേഷം വരുന്ന ക്രിയ തന്നെയായിരിക്കും സിംഗുലർ വെർബായിരിക്കും. അതിൽ ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ വെർബ്. അപ്പോൾ 10,000 rupee ഈസ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. 10,000 rupees ഈസ്. ഓക്കെ, മറന്നു പോകരുത്, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത 23ാമത്തെ ചോദ്യം, താഴെ പറയുന്ന തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്ന തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആദ്യ സ്റ്റേറ്റ്മെൻറ്റ്, ജലം ഐസാക്കുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത്, ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസ്, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 110 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 120 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രഷർ കുക്കറിൽ എന്താണ് ജലം തിളയ്ക്കുന്നത്. അടുത്ത 24 ചോദ്യം, ബലത്തിൻ്റെ യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന യൂണിറ്റുകൾ നോക്കാം. ജൂൾ, ഏതിനൊക്കെയാണ് ജൂൾ വരുന്നത്? താപോർജ്ജത്തിന് ഏതാണ്? ജൂളാണ്. അതുപോലെ തന്നെ പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ജൂളാണ്, മറന്നു വരുന്നത്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാലും ഏതാണ്? ജൂളാണ്. അപ്പോൾ വാട്ട് ഏതിനാണ് വരുന്നത്? പവറിൻ്റെ യൂണിറ്റ് ആണ് ഇത്, വാട്ട്. ഓക്കെ, പാസ്കൽ ഏതിൻ്റെയാണ്? മർദ്ദം അഥവാ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ. ഓക്കെ, അടുത്ത 25ാമത്തെ ചോദ്യം മലയാള ഭാഗത്തു നിന്നാണ്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ്? ഓപ്ഷൻ എ ആണ്, അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഇത് കഥകളി അതേപോലെയുള്ള പരമ്പരാഗത കലാരൂപങ്ങളിലെ പരിപാടിയുടെ ഏറ്റവും അവസാനം മംഗളഗാനമായി പാടുന്ന ഒരു രാഗമാണ് എന്ന് പറയുന്നത് ധനാശി എന്ന് ഓർത്ത് വയ്ക്കുക. ധനാശി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 25 മാർക്കിന് എത്ര മാർക്ക് കിട്ടിയെന്ന കമൻറ്റും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത എക്സാമുമായിട്ട് വീണ്ടും കാണാം.